Good afternoon. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല മാർഗങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. പ്രിവെന്റീവ് മെത്തേഡുകളാണ് നോക്കിയത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സാനിറ്റേഷൻ പറഞ്ഞു. സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത്, ആൽക്കഹോളിക് റബ്സോ ഒക്കെ ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ തടഞ്ഞു നിർത്താനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ്. ഒരു പേഷ്യന്റിനെ ടച്ച് ചെയ്യുന്നതിന് മുന്നും അല്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുന്നതിന് ശേഷമൊക്കെ പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത് ഇൻഫെക്ഷനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ സർഫസ് ഇതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ സർഫസുകളൊക്കെ സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളതും ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു മാർഗമാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എടുത്തിട്ട് നമുക്ക് മ്യൂട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു മെസ്സേജ് ആയിട്ട് അയക്കുക. ഒരു ഇപ്പൊ സമയം 2:30 ആയുള്ളൂ. ഒരു 3:15 ആകുമ്പോഴത്തേക്കും അൺമ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് വായിപ്പിക്കാം കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഏതാ? സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പൊ സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് ഏതാ? സ്റ്റെറിലൈസേഷൻ ആണ്. സാനിറ്റേഷനും അപ്പുറമാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞത്, അല്ലെ? അപ്പൊ ഈ മൈക്രോബ്സിനെയൊക്കെ ഇൻസ്ട്രുമെന്റ്സിലും ഒക്കെ ഉള്ള മൈക്രോബ്സിനെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ. പിന്നെ അടുത്തത് മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഐസൊലേഷൻ ആണ്. ഐസൊലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു. അപ്പൊ ആ പേഷ്യന്റിനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത് ഇൻഫെക്ഷൻ ആ പേഷ്യന്റിലേക്ക് വരുന്നത് തടയാനായിട്ട് കാരണമാകും. സ്പീഡ് കുറവാണോ? സ്പീഡ് കുറച്ച് പറയാനാണോ പറഞ്ഞേ? ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. ഇത് നമ്മള് എത്രയാ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞത് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങള് ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതാണ് ഇത്തിരി സ്പീഡിൽ പോയത് കേട്ടോ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, അവരെ ഒറ്റപ്പെട്ട് നിർത്തുക, ഐസൊലേറ്റ് ചെയ്യുക. ഇപ്പൊ ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ നമുക്ക് സൂക്ഷ്മാണുക്കള് പകരുന്നതൊക്കെ തടയാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഐസൊലേഷൻ എന്നുള്ളത് എടുത്തേ നിങ്ങള്. അതിലെ ഫസ്റ്റ് സെന്റൻസിൽ അവിടെ ഒരു കാര്യം ഒന്ന് ചേർക്കണം. എന്റെ നോട്ടിൽ കറക്റ്റ് ആണ്, നിങ്ങൾക്ക് തന്നേക്കുന്ന പ്രിന്റഡ് നോട്ടിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഐസൊലേഷൻ is the application of isolating precaution designed to prevent എന്ന് ചേർക്കാം കേട്ടോ. പ്രിവെന്റ്, തടയുക, PREVENT. ഫസ്റ്റ് സെന്റൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന്, ട്രാൻസ്മിഷൻ തടയുന്നതിനുള്ള വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? ഐസൊലേഷൻ is the application of isolating precaution designed to prevent, PREVENT. Okay, പ്രിവെന്റ് എന്നുള്ള വേർഡ് അവിടെ ചേർക്കാം കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിൽ സാധാരണ വഴികളിലൂടെ ട്രാൻസ്മിഷൻ, ഈ മൈക്രോബ്സിന്റെ ട്രാൻസ്മിഷൻ തടയാൻ വേണ്ടി, അതിനെ ട്രാൻസ്മിഷൻ തടയുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഐസൊലേഷൻ. പിന്നെ അടുത്താണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ആ പേഷ്യന്റിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവരുടെ ബോഡി ഫ്ലൂയിഡ് സെക്രീഷനോ എക്സ്ക്രീഷനോ ഒക്കെ ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൈ നന്നായിട്ട് കഴുകുക. അപ്പൊ അതും നമ്മളെ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നതും നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു മാർഗമാണ്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് PPE ആണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് പറഞ്ഞു. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. PPEയുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതിനകത്ത് ഏതൊക്കെ വരുന്നത്? ഗ്ലൗസുകൾ വരുന്നുണ്ട്, ഗൗൺ എന്ന് പറഞ്ഞാൽ മേൽക്കുപ്പായ വരുന്നുണ്ട്, മാസ്കുകൾ വരുന്നുണ്ട്, ഐവെയർ എന്ന് വെച്ചാൽ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ദാറ്റ് ഈസ് എന്താ പറയാ, കണ്ണടകള് ഒക്കെ ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. ഓക്കെ, ഗോഗിൾസ്, ഓക്കെ, കണ്ണടകളൊക്കെ.
നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലും പിന്നെ അതുപോലെ തന്നെ സ്കിന്നിനും നമ്മുടെ ക്ലോത്തിങ്ങിനും ഒക്കെ ഈ മൈക്രോബ്സിൽ വരാതിരിക്കാൻ വേണ്ടി അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ PPE എന്ന് പറയുന്നത്. ഷീൽഡുകളും ഒക്കെ നമുക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. പിന്നെ അടുത്തത് പറഞ്ഞത് ഗ്ലൗസുകളാണ്. ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഗ്ലൗസുകൾ. ബിസൈഡ് ഹാൻഡ് വാഷിംഗ്, ഗ്ലൗസ് പ്ലേ എ പിവോറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ പോസിബിലിറ്റി ഓഫ്, അവിടെ ഒരു വാക്ക് മിസ്സാണ്, റെഡ്യൂസിംഗ് ചേർക്കുക കേട്ടോ. പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിംഗ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിന്റെ സാധ്യതയെ കുറയ്ക്കാനായിട്ട് ഗ്ലൗസ് ഹെൽപ്പ് ചെയ്യും. പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിംഗ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, കറക്റ്റ് ചെയ്തില്ലേ ഗ്ലൗസ് എന്നുള്ളതിന്റെ ഫസ്റ്റ് സെന്റൻസിൽ? ഓക്കെ. Beside hand washing, gloves play a pivotal role in the possibility of reducing transmission of microorganisms. Okay. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാമത്തെ അഡീഷണൽ പ്രിക്കോഷൻസ്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെത്തേഡുകളാണ്. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇനി ആറാമത്തെ എന്ന് പറയുന്നത് അഡീഷണൽ പ്രിക്കോഷൻസ് ആണ്. അഡീഷണൽ പ്രിക്കോഷൻസ് അത് നമ്മുടെ ഇതിനെ പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ. ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാം? അതിനകത്ത് ഫസ്റ്റ് എയർബോൺ പ്രിക്കോഷൻസ്. എയറിൽ കൂടെ ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ വരുന്നുണ്ട്. ഡ്രോപ്ലെറ്റ്സിൽ കൂടെ വായു തുള്ളികളിൽ കൂടി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം? പിന്നെ അടുത്ത കോണ്ടാക്ട് പ്രിക്കോഷൻസ്. കോണ്ടാക്റ്റിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് നടപടികൾ സ്വീകരിക്കാം? ഇങ്ങനെ 3 എണ്ണമാണ് അതിനകത്ത് പഠിക്കാനുള്ളത് അഡീഷണൽ പ്രിക്കോഷൻസിൽ. ഫസ്റ്റ് നോക്കിയേ, എയർബോൺ പ്രിക്കോഷൻസ്. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. അപ്പൊ എന്താ? ഫസ്റ്റ് എന്താ? ഇൻഡിവിജ്വൽ റൂം. ആ ഒരു പേഷ്യന്റിന് ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കുക വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. നല്ല വെന്റിലേഷനോട് കൂടിയ ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞാൽ അതെന്താ പറയാ? ഐസൊലേഷൻ പോലെ, ഐസൊലേറ്റിംഗ് റൂം പോലെ. അപ്പൊ അവര് ആ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുവാണ്. അപ്പൊ പുറമേ ഉള്ള വേറെ കോണ്ടാക്റ്റുകളൊന്നും വരാത്ത രീതിയിൽ സെപ്പറേറ്റ് ഒരു റൂം കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ്. എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. ദിസ് കൺസിസ്റ്റ് ഓഫ് വെയർ ദ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ഡോർ ക്ലോസ്ഡ്. എന്താണ്? നമ്മൾ ഡോറ് ക്ലോസ് ചെയ്തിരിക്കുമ്പോൾ അതിനകത്ത് ഒരു നെഗറ്റീവ് പ്രഷർ ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് വേണം? നല്ലൊരു വെന്റിലേഷൻ വേണം. ആ ഫസ്റ്റ് പോയിന്റ് നോക്കിയാൽ മതി. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. രണ്ടാമത്തെ, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ നേഴ്സിനൊക്കെ നല്ല ഹൈ എഫിഷ്യൻസിയിലുള്ള N95 പോലുള്ള നല്ല മാസ്കുകൾ പ്രൊവൈഡ് ചെയ്യാം. മാസ്ക് കൊടുക്കാം. അപ്പൊ ഇൻഫെക്ഷൻ വരൂലല്ലോ. ഇപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ എന്താ? ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ. അത് നമുക്ക് പറഞ്ഞു നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് ഹോസ്പിറ്റലിലെ നഴ്സിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റാഫിൽ നിന്നോ അങ്ങനെ അവിടെ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ആ റൂമിലേക്ക് വരുന്ന പേഷ്യന്റ് എന്ന് പറഞ്ഞത് നമ്മൾ അവിടെ ട്രീറ്റ്മെന്റിന് വരുന്ന ഇൻഫെക്ഷൻ ഉള്ള ആളല്ല.
പേഷ്യന്റിന് ഈ ഹോസ്പിറ്റലിൽ നിന്നും ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതാണ് കേട്ടോ. അപ്പൊ ഈ നേഴ്സുകളൊക്കെ വരുമ്പോൾ, നേഴ്സോ സ്റ്റാഫുകളൊക്കെ ആ റൂമിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം, അവർക്ക് മാസ്ക് കൊടുക്കാം. അപ്പൊ അവരിൽ നിന്ന്, അവർക്ക് എങ്ങാനും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ആ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. രണ്ടാമത് പറഞ്ഞത് ഏതാ, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ സ്റ്റാഫിന് എന്ത് കൊടുക്കാം, നല്ല മാസ്ക് കൊടുക്കാം, ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. കൺഫൈൻഡ് എന്ന് പറഞ്ഞാൽ പരിമിതമായ, പേഷ്യന്റിനെ ഒരു പരിമിതമായ മുറിയിൽ താമസിപ്പിക്കണം. എന്നുവെച്ചാൽ പുറത്തേക്കൊന്നും അധികം പോകാത്ത രീതിയിലും ഒരു ചെറിയ മുറിയില്, അല്ല ഒരുപാട് വിസ്താരത്തില് അല്ലെങ്കിൽ അങ്ങനെ വാർഡ് അങ്ങനെയൊന്നും ആവാതെ എന്താ ഒരു കൺഫൈൻഡ് പരിമിതമായിട്ടുള്ള മുറിയില് പേഷ്യന്റിനെ താമസിപ്പിക്കണം. ഈ 3 കാര്യങ്ങളാണ് എയറിൽ കൂടെ ഇൻഫെക്ഷൻ പകരുന്നത്. നമുക്ക് അതിനെതിരായിട്ടുള്ള പ്രിക്കോഷൻ, മുൻകരുതല് എന്നുള്ള രീതിയിൽ ഈ 3 കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ഏതാ പറഞ്ഞേ, ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. രണ്ടാമത്തെ, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ സ്റ്റാഫുകൾക്ക് നല്ല എഫിഷ്യൻസിയിലുള്ള നല്ല മാസ്കുകൾ കൊടുക്കാം. പിന്നെ അടുത്തത് മൂന്നാമത്തെ, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. പേഷ്യന്റിനെ നമുക്ക് ഒരു പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കാം. 3 പോയിന്റ് ക്ലിയർ ആണോ നോക്കി? ക്ലിയർ ആയോ 3 പോയിന്റ്? ഓക്കെ, ക്ലിയർ. ഇനി ഡ്രോപ്ലെറ്റ്സ് പ്രിക്കോഷൻ. ഡ്രോപ്ലെറ്റിൽ കൂടെ, വായു തുള്ളികളിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാനായിട്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാം നോക്കി. ഫസ്റ്റ് ഇത് തന്നെയാണ്, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. അവിടെ അവൈലബിൾ ആണെങ്കിൽ പേഷ്യന്റിന് സെപ്പറേറ്റ് റൂം കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. അവൈലബിൾ ആണെങ്കിൽ പേഷ്യന്റിന് സെപ്പറേറ്റ് റൂം കൊടുക്കാം. വേറെ ആരുമായിട്ടൊരു കോണ്ടാക്ട് വരാത്ത രീതിയിൽ പേഷ്യന്റിന് ഒരു സെപ്പറേറ്റ് റൂം കൊടുക്കാം. രണ്ടാമത്തെ നോക്കിയേ, സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അവിടെ എഴുതി ചേർത്തേ, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ആരോഗ്യ പ്രവർത്തകര്, ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ന് അവിടെ എഴുതി ചേർക്കാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ആരോഗ്യ പ്രവർത്തകർക്ക് എന്ത് കൊടുക്കാം, സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്. സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡ്രോപ്ലെറ്റ്സിനെയൊക്കെ ഈ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള മാസ്ക്, N95 മാസ്കോ അല്ലെങ്കിൽ നമുക്ക് സർജിക്കൽ മാസ്കുകളൊക്കെ, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് കൊടുക്കാം. നോട്ട് എ ഗോസ് മാസ്ക്. ഗോസ് മാസ്ക് എന്ന് വെച്ചാൽ നെയ്തെടുത്ത മാസ്കിലെ, തുണി കൊണ്ടുള്ള അല്ലെങ്കിൽ നെയ്തെടുത്ത മാസ്കുകൾക്ക് പകരം നല്ല സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൊടുക്കാം. അപ്പൊ അവരിൽ നിന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ പറ്റും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ്. പേഷ്യന്റിന്റെ മൂവ്മെന്റ് കൺട്രോൾ ആക്കണം. അവർ വെറുതെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാതെ, ആവശ്യമില്ലാതെയൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാതെ പേഷ്യന്റിന്റെ മൂവ്മെന്റ് കൺട്രോൾ ആയിരിക്കണം. പേഷ്യന്റ് ഈസ് ഡയറക്റ്റഡ് ടു വിയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് വെനെവർ ഹി ഓർ ഷീ ലീവ്സ് ദ റൂം. ഇനി എന്ത് ചെയ്യണം, ഈ പേഷ്യന്റിന് അഥവാ റൂമിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് നമുക്ക് നിർദ്ദേശിക്കാം എന്താ, ടു വിയർ ദ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക്. മാസ്ക് ധരിക്കാൻ പറയാം. ഓക്കെ, അപ്പൊ പേഷ്യന്റിന് കൺഫൈൻഡ് പേഷ്യന്റിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി അവർക്ക് എങ്ങാനും പുറത്തേക്കൊക്കെ ഇറങ്ങേണ്ട സാഹചര്യം വരുവാണെങ്കിൽ അവരോട് നല്ല സർജിക്കൽ മാസ്കുകൾ ധരിക്കാൻ പറയാം. ഓക്കെ, പേഷ്യന്റ് ഈസ് ഡയറക്റ്റ് ചെയ്ത് നിർദ്ദേശിക്കാം ടു വിയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് വെനെവർ ഹി ഓർ ഷീ ലീവ്സ് ദ റൂം. ഓക്കെ, അപ്പൊ അത് 3 ഡ്രോപ്ലെറ്റ്സ് പ്രിക്കോഷൻസ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. സെപ്പറേറ്റ് റൂം കൊടുക്കാം. പിന്നെ സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൊടുക്കാം.
പിന്നെ മൂന്നാമത്തത് പേഷ്യന്റിന്റെ മൂവ്മെന്റ്സ് കൺട്രോൾ ആയിരിക്കണം, ലിമിറ്റഡ് ആയിരിക്കണം. അവർക്കൊരു റെസ്ട്രിക്ഷൻ വേണം, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പാടില്ലാത്ത രീതിയിൽ അവർക്കുള്ള മൂവ്മെന്റ് കൺട്രോൾ ആയിരിക്കണം. പിന്നെ അഥവാ അവർ പുറത്തേക്കൊക്കെ ഇറങ്ങേണ്ട സാഹചര്യം വരുവാണെങ്കിൽ അവരോട് മാസ്കുകൾ ധരിക്കാൻ, സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകൾ ധരിക്കാനായിട്ട് പറയണം, നിർദ്ദേശിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി കോണ്ടാക്ട് പ്രിക്കോഷൻ. ഇനി കോണ്ടാക്റ്റിൽ കൂടെ നമ്മൾ ടച്ച് ചെയ്യുന്നൂടെ, കോണ്ടാക്ട് വഴി ഇൻഫെക്ഷൻ വരുന്നതിന് എങ്ങനെ നമുക്ക് മുൻകരുതലുകൾ എടുക്കാം? കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഓർ ഐസൊലേഷൻ എങ്ങനെയാ? ഇത് ഫസ്റ്റ് പോയിന്റ് സെയിം തന്നെയാണ്. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. അപ്പൊ എന്താ, അപ്പൊ വേറെ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും വരൂല്ലല്ലോ. വരാത്ത രീതിയിൽ പ്രത്യേകം സെപ്പറേറ്റ് റൂം കൊടുക്കാം പേഷ്യന്റിന്. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. അവൈലബിൾ ആണെങ്കിൽ പേഷ്യന്റിന് സെപ്പറേറ്റ് റൂം കൊടുക്കാം. രണ്ടാമത്തെ നോക്കിയേ, സ്റ്റാഫ് ഷുഡ് വിയർ ഗ്ലൗസ് വെൻ ദേ എൻറ്റർ ദ റൂം. അപ്പൊ ഈ സ്റ്റാഫുകൾ ആ റൂമിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? അവര് ഗ്ലൗസുകൾ ധരിക്കണം. അപ്പൊ ഡയറക്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് വരില്ലല്ലോ. വരാത്ത രീതിയിൽ ഗ്ലൗസുകൾ ധരിക്കണം. സ്റ്റാഫ് ഷുഡ് വിയർ ഗ്ലൗസ് വെൻ ദേ എൻറ്റർ ദ റൂം. ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റാഫുകള് എന്താ ഈ ഗ്ലൗസുകൾ ധരിക്കാം. സ്റ്റാഫ് ഷുഡ് വിയർ എ ഗൗൺ during patient contact or contact with a contaminated surface or material. ഇനി നോക്കിയേ, സ്റ്റാഫ് ഷുഡ് വിയർ എ ഗൗൺ. ഈ സ്റ്റാഫുകൾക്ക് ഗൗൺ ധരിക്കാം. നമ്മുടെ മേൽക്കുപ്പായം ഡ്രസ്സിന്റെ മുകളിൽ ഇടുന്നത് എപ്പോഴാ? ഡ്യൂറിങ് പേഷ്യന്റ് കോണ്ടാക്ട്. പേഷ്യന്റിന്റെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ അവര് കണ്ടാമിനേറ്റഡ് സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സാഹചര്യം വരുമ്പോഴോ, അല്ലെങ്കിൽ മറ്റുള്ള മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റാഫിന് എന്താ ഗൗൺസ് ധരിക്കാം. അപ്പൊ പറഞ്ഞത് നമ്മള് ഗ്ലൗസും ധരിക്കാം, ഗൗണും ധരിക്കാം. ഓക്കെ. ഇനി തേർഡ് പോയിന്റിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. അടുത്ത് നോക്കിയേ, നമ്മൾ പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്തിട്ടും ആ കോണ്ടാക്ട് ചെയ്തതിന് ശേഷവും കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും ഒക്കെ ഹാൻഡ്സ് നന്നായിട്ട് കഴുകുക. ഓക്കെ, കയ്യ് നന്നായിട്ട് കഴുകുക. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പഠിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് കുറെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, പടമൊക്കെ ഉണ്ട്. അത് നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യാനുള്ളതാണ്. അത് ലാസ്റ്റ് ആവുമ്പോൾ നമുക്കത് ചെയ്യാം. പ്രോപ്പർ ആയിട്ട് വെറുതെ വെള്ളം ഒഴിച്ചുകൊണ്ട് പോകുകയല്ല ചെയ്യണത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. ആ പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും അതുപോലെ തന്നെ ശേഷവും നന്നായിട്ട് കൈകളൊക്കെ കഴുകുക. പിന്നെ അടുത്തത് ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ്സ് ഔട്ട്സൈഡ് ദ റൂം. പേഷ്യന്റിന്റെ മൂവ്മെന്റ് നമുക്ക് ആ പുറത്തേക്കുള്ള പേഷ്യന്റിന്റെ മൂവ്മെന്റ് ലിമിറ്റ് ചെയ്യണം. പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത്. അപ്പൊ പേഷ്യന്റിന്റെ റൂമിൽ തന്നെ ആകുമ്പോൾ വേറെ ആരുമായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റും വരില്ലല്ലോ. വരാത്തൊരു സാഹചര്യം ആക്കണം. ഇത്രയും കാര്യങ്ങൾ കോണ്ടാക്ട് പ്രിക്കോഷൻസ് എല്ലാം വരുന്നതാണ്. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. അവൈലബിൾ ആണെങ്കിൽ പേഷ്യന്റിന് സെപ്പറേറ്റ് റൂം കൊടുക്കാം. പിന്നെ അടുത്ത നോക്കിയേ, ഗ്ലൗസുകളും ഗൗണുകളും ധരിക്കാം. പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് സർഫസ് ഓർ മെറ്റീരിയലോ ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആ സമയത്ത് എന്തുണ്ട്, നമുക്ക് ഈ ഗ്ലൗസും ഗൗണുകളും ധരിക്കാം. സ്റ്റാഫിന് ഗ്ലൗസും ഗൗണും ധരിക്കാം. പിന്നെ നമ്മൾ പേഷ്യന്റ് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും കോണ്ടാക്ട് ചെയ്തതിന് ശേഷവും ഹാൻഡ്സ് ഒക്കെ നന്നായിട്ട് കഴുകണം. പിന്നെ പുറത്തേക്കുള്ള പേഷ്യന്റിന്റെ മൂവ്മെന്റ്സ് ലിമിറ്റ് ചെയ്യണം. പേഷ്യന്റിന് പുറത്തേക്ക് ഒന്നും പോകാനായിട്ട് അനുവദിക്കരുത്. നോക്കിയ 4 പോയിന്റ്സുകൾ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ, നമുക്ക് മനസ്സിലാവുന്ന ചെറിയ പോയിന്റ്സ്. അപ്പൊ ഇതെല്ലാനും ഏതാ? അഡീഷണൽ പ്രിക്കോഷൻസിൽ വരുന്നതാണ്. എയർബോൺ പ്രിക്കോഷൻ വരും, ഡ്രോപ്ലെറ്റ്സ് പ്രിക്കോഷൻസ് വരും, കോണ്ടാക്ട് പ്രിക്കോഷൻസ് വരും. ഇനി അടുത്തത് 7th ആണ് ആന്റി മൈക്രോബിയൽ സർഫസ്. ആന്റി മൈക്രോബിയൽ സർഫസ്. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലിലെ ചില ടച്ച് സർഫസുകൾ നോർമലി ഫൗണ്ട് ഇൻ ഹോസ്പിറ്റൽ റൂം ഏതൊക്കെയാന്ന് നോക്കിയേ. ബെഡ് റെയിൽ. ബെഡ് റെയിൽ എന്ന് വെച്ചാൽ ബെഡിന്റെ റെയില്, കൈപ്പിടികള്. പേഷ്യന്റ് ഒക്കെ നമ്മൾ വീഴാതെയൊക്കെ ബെഡിന്റെ സൈഡുകൾ റെയിൽ വെക്കുമല്ലോ.
ബെഡ് റെയിൽസ്, കൈപ്പിടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കോൾ ബട്ടൺ, നേഴ്സിനെയൊക്കെ വിളിക്കാൻ വേണ്ടി ഓരോ റൂമിൽ കോൾ ബട്ടൺ ഉണ്ടാവുമല്ലോ, കോൾ ബട്ടൺ. പിന്നെ ടച്ച് പ്ലേറ്റുകള്, ചെയറുകള്, ഡോർ ഹാൻഡില്, ലൈറ്റ് സ്വിച്ചസ്, ലൈറ്റിന്റെ സ്വിച്ചുകള്, ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകള് പേഷ്യന്റ് ഒക്കെ ഒരു സപ്പോർട്ടിന് വേണ്ടി പിടിക്കുന്നതാണ് ഗ്രാബ് റെയിൽസ് എന്ന് പറഞ്ഞാൽ. ടു ഹോൾഡ് ഫോർ സപ്പോർട്ട്, പേഷ്യന്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ടിന് വേണ്ടി പിടിക്കുന്ന വടികളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഉള്ളത്. ഈ വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ പോലെയുള്ള അതാണ് ഗ്രാബ് റെയിൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഇൻട്രാവീനസ് പോൾസ്, IV പോൾസ്. IV പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന ഒരു സ്റ്റാൻഡ് ഒക്കെ ഇല്ലേ, IV പോൾസ്, ഇൻട്രാവീനസ് പോൾസ്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസുകള്, മെഡിക്കൽ ഡിവൈസുകള്. പിന്നെ അതുപോലെ ഡിസ്പെൻസറീസിൽ വരുന്നതാണ് ആൽക്കഹോൾ ജെല്ല്, പേപ്പർ ടവല്, സോപ്പ്. ഇതൊക്കെ ഡിസ്പെൻസറീസിൽ വരുന്നതാണ്. ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് കൗണ്ടർ, പിന്നെ ടേബിൾ ടോപ്പ്. ഇതെല്ലാം എങ്ങനെയാണ്, നോൺ ടു ബി കണ്ടാമിനേറ്റഡ്. ഇതൊക്കെ ഹോസ്പിറ്റലിലെ കണ്ടാമിനേഷൻ ഉള്ള ഒരു സർഫസ് ആണ്, ടച്ച് സർഫസ് ആണ്. Hence, the touch surface in the hospital room can act as a source or reservoir. ഇത് നോക്കി, അപ്പൊ ഈ സർഫസുകളെല്ലാം മൈക്രോബ്സിന്റെ ഒരു സോഴ്സ് ആണ്. ഇവിടെ എല്ലാം ഇൻഫെക്ഷൻ ഉണ്ടാകും. മൈക്രോബ്സിന്റെ ഒരു സോഴ്സ് അല്ലെങ്കിൽ റിസർവയർ, ഉറവിടമാണ്. ഇവിടെ എല്ലാം ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസുകൾ ഉണ്ട്. ഇപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ പിടിക്കുന്ന അവരിട്ട സ്വിച്ച്, അതിൽ നമ്മൾ വീണ്ടും ചെന്ന് പിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കൂടെ, ആ സ്വിച്ചിൽ കൂടെ ഇൻഫെക്ഷൻ വരാം അല്ലെ, ഉപയോഗിക്കുന്ന വഴി. അങ്ങനെ എല്ലാം ഡോർ ഹാൻഡിലാണെങ്കിൽ അങ്ങനെ, പ്ലേറ്റുകള്, ചെയറുകള്, ഇതെല്ലാം എന്താണ്, ഈ ഇൻഫെക്ഷന്റെ ഒരു സോഴ്സ് അല്ലെങ്കിൽ റിസർവയർ ആണ്. ഫോർ ദ സ്പ്രെഡ് ഓഫ് ദ ബാക്ടീരിയ ഫ്രം വൺ ഹാൻഡ് ഓഫ് ദ from the hands of healthcare workers and visitors to patient. അടുത്ത നോക്കിയേ, അപ്പൊ ഈ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ നമ്മൾ ഹോസ്പിറ്റലിലെ ടച്ച് സർഫസുകൾ എല്ലാം എങ്ങനെയാണ്, നമ്മള് ഈ ഇൻഫെക്ഷന്റെ ഒരു സോഴ്സ് ആണ്, ഉറവിടമാണ്, അല്ലെങ്കിൽ റിസർവെയർ ആണ്. For the spread of bacteria from hands of health care workers and visitors to patient. ഇവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെയും നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്ന വിസിറ്റേഴ്സിന്റെയും ഒക്കെ കയ്യിൽ നിന്ന് ഇൻഫെക്ഷൻ പേഷ്യന്റിലേക്ക് വരാനുള്ള ഒരു സോഴ്സ് ആണ് ഈ പറഞ്ഞ മൈക്രോബിയൽ സർഫസുകൾ. ഓക്കെ, ഈ ടച്ച് സർഫസുകൾ ഇതെല്ലാം ഇൻഫെക്ഷൻ സ്റ്റാഫിന്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നോ ഒക്കെ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു മാർഗമാണ്. സോ കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സർഫസുകളെല്ലാം എന്താക്കണം, മൈക്രോ ഓർഗാനിസം ഫ്രീ ആക്കണം. ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ് അതാണ് ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറഞ്ഞ, മൈക്രോബ്സ് ഇല്ലാത്ത ഈ സർഫസുകളെല്ലാം ഫ്രീ ആക്കണം, അല്ലെങ്കിൽ ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഫ്രീ ആക്കണം ഈ സർഫസുകളെല്ലാം. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മള് ഈ പ്രിവെന്റീവ് മെത്തേഡില് പ്രിവെൻഷനിൽ വരുന്നതാണ് കേട്ടോ. 7 എണ്ണം വരുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ള പേരുകളും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഇവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങിയത്, പ്രിവെൻഷൻ, സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, PPE, പിന്നെ അഡീഷണൽ പ്രിക്കോഷൻസ്, ലാസ്റ്റ് ആന്റി മൈക്രോബിയൽ സർഫസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. അപ്പൊ ഈ ഇൻഫെക്ഷനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. അപ്പൊ നോക്കിയേ, ഈ നമ്മുടെ ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഫോർ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് ഈസ് ലേബിൾഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഇറ്റ് ഈസ് മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ്, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ഇത് എന്താ പറഞ്ഞേക്കുന്നത്, അപ്പൊ ഇൻഫെക്ഷനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കമ്മിറ്റിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇപ്പൊ ഈ ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ അടുത്ത് നിന്നും പിന്നെ അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുന്നവരിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ
സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ എന്തുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട്. അത് ഇൻഫെക്ഷൻ എന്തിനു വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനൊന്ന് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ എന്നതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി രൂപീകരണമായിരിക്കുന്നത്. ഈ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യുന്നതിനും അത് മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക, അതിനെ നിരീക്ഷിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും റിസർച്ച്, അതിനെക്കുറിച്ച് റിസർച്ച്, എഡ്യൂക്കേഷൻ എന്നിവയൊക്കെ ചെയ്യുന്നതിനും ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഒരു ബാധ്യതയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ലിയബിൾ എന്ന് വെച്ചാൽ ബാധ്യത. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, കൺട്രോൾ, മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ്, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്നിവയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് ഒരു ബാധ്യതയുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു ഇൻഫെക്ഷനും ഒക്കെ പേഷ്യന്റിന് വരാതിരിക്കാൻ വേണ്ടി, പേഷ്യന്റിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കീഴില് പ്രോഗ്രാംസുകളൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാംസുകളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കാനൊക്കെ കഴിയും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ടേബിളിൽ ഉള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ആരൊക്കെയാണ് ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? ഏതെല്ലാമാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? അതിനകത്ത് വരുന്നവരെന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൺ ഉണ്ട്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അത് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ആണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ആണ്. അപ്പൊ മെമ്പേഴ്സ് ആരൊക്കെ വരുന്നതെന്ന് നോക്കാം. ചെയർപേഴ്സൺ വരുന്നുണ്ട്, പിന്നെ അടുത്തത് മെമ്പർ സെക്രട്ടറി വരുന്നുണ്ട്. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. ഓക്കെ, സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും മെമ്പർ സെക്രട്ടറി. പിന്നെ അതിൽ മെമ്പേഴ്സ് വരുന്നുണ്ട്. മെമ്പേഴ്സ് അതാരാണ്? മെമ്പേഴ്സ് എന്ന് പറഞ്ഞത് റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെന്റിനെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ, അതാണ് മെമ്പേഴ്സ്. മൂന്നാമത് വരുന്നത് മെമ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്. റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകള് ആണ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകള്. പിന്നെ അടുത്തതാണ് സപ്പോർട്ട് സർവീസസ്. സപ്പോർട്ട് സർവീസും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സപ്പോർട്ട് സർവീസ് ഏതൊക്കെ സപ്പോർട്ട് സർവീസിൽ വരുന്നേ? ഓപ്പറേഷൻ തിയേറ്റർ ഒരു സപ്പോർട്ട് സർവീസ് ആണ് ഹോസ്പിറ്റലിലെ. CSSD സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD. പിന്നെ അടുത്താണ് ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ. ഹൗസ് കീപ്പിംഗ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ക്ലീൻനെസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലീൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ സാനിറ്റേഷൻ എന്ന് പറയുന്നത്. ഹൗസ് കീപ്പിംഗ് സർവീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഹൗസ് കീപ്പിംഗ് വരുന്നുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് അതും പഠിക്കാനുണ്ട്. മെറ്റീരിയൽ മാനേജ്മെന്റ് നിങ്ങൾക്ക് അടുത്ത മൊഡ്യൂളില്, തേർഡ് മൊഡ്യൂളില് പഠിക്കാനുണ്ട്. മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് അത് ആ ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സുകളൊക്കെ ആയിട്ട്, മെറ്റീരിയൽസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും ഇത് ഒക്കെ സപ്പോർട്ട് സർവീസിൽ വരുന്നതാണ്. ഓപ്പറേഷൻ തിയേറ്റർ, CSSD, ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. ഇനി അടുത്തത് വരുന്നത് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് വരും. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് വരും. ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഈ ഇൻഫെക്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും ഈ ഒരു സപ്പോർട്ട് സർവീസിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് സപ്പോർട്ട് സർവീസിൽ വരുന്നത് ആരൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണ് അത് നിങ്ങൾ നോക്കാം. ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി, മെമ്പേഴ്സ്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, സപ്പോർട്ട് സർവീസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇത്രയും
ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നതാണ്. ഇനി സപ്പോർട്ട് സർവീസിന്റെ ഉള്ളിൽ വരുന്നതാണ് ഇതൊക്കെ പറഞ്ഞത്. ഓപ്പറേഷൻ തിയേറ്റർ, CSSD, ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സപ്പോർട്ട് സർവീസിലും വരുന്നതാണ്. പിന്നെ അതിന്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരാന്ന് ചോദിക്കാം. അവിടെ ചെയർപേഴ്സണിനെ എഴുതാം, ചെയർപേഴ്സൺ ആണ്. ഓക്കെ, അപ്പൊ അതാ ടേബിള് നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവര് ആരെല്ലാം. ഇനി ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ എന്താ, അവര് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലിയബിൾ ഫോർ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം എന്തിനൊക്കെ ഉള്ള ബാധ്യതയുണ്ട് നോക്കി. ഫസ്റ്റ് തന്നേക്കുന്നത് ടു ഓവർസീസ് എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കാം, കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുർ ആൻഡ് എഫക്റ്റീവ് പ്രോഗ്രാം, ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പാക്കുന്നതിന് വേണ്ടി. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഉറപ്പുവരുത്തുക. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എല്ലാവർക്കും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസുകളൊക്കെ അതിനെ കോർഡിനേറ്റ് ചെയ്യുക, അതിനെ ഓവർസീസ് ചെയ്യുക. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ഉള്ള ഒരു എയിം എന്ന് പറഞ്ഞ എന്താ, നമ്മുടെ ഇൻഫെക്ഷൻ കുറയ്ക്കണം അല്ലെ. നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും ഒക്കെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക, ഓവർസീസ് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ കോർഡിനേറ്റ് ചെയ്യുക. ഇതിനുള്ള ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, അതിനെ മേൽനോട്ടം വഹിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ് ആൻഡ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗശാസ്ത്രം, ഡിസീസുകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ഒരു ബ്രാഞ്ചാണ്, മെഡിസിന്റെ ഒരു ബ്രാഞ്ചാണിത്. എപ്പിഡെമിയോളജി, സാംക്രമിക രോഗശാസ്ത്രം. ഓർഗനൈസ് ആൻഡ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷന് എതിരായിട്ട് അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക. ഇത് എന്തിനു വേണ്ടിയിട്ടാ, പേഷ്യൻസിനും സ്റ്റാഫിനൊക്കെ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓർഗനൈസ് ആൻഡ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇനി മൂന്നാമത്തെ, പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റിൽ ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി എന്തിനു വേണ്ടിയിട്ടാ, to develop a program, supervise the use of anti-infection drug. ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനുള്ള, അതിനെതിരായിട്ടുള്ള മരുന്നുകൾ, ഡ്രഗ്സ് എന്ന് വെച്ചാൽ മെഡിസിൻ, അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ്, അതിന്റെ ഉപയോഗം സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ അടുത്ത നെക്സ്റ്റ് നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് കെയർ പ്രാക്ടീസ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. രോഗി പരിചരണ രീതികള് പേഷ്യന്റിന്റെ
റിസ്കിന്റെ അതിന്റെ ഉള്ള റിസ്ക്, അതായത് അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെ ആന്റി ഇൻഫെക്ഷൻ എതിരായിട്ട് ഇൻഫെക്ഷനെതിരായിട്ടുള്ള പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്ത് വേണം, ആ പേഷ്യൻസിന് ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടുമല്ലോ, ഈ രോഗങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നും അപ്പൊ അത് വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം അല്ലെങ്കിൽ എന്തൊക്കെ രീതികൾ ചെയ്യണം എന്നൊക്കെ അവർക്കൊരു അവയർനെസ് കിട്ടും. അപ്പൊ എന്ത് വേണം, ഇങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാംസുകളൊക്കെ കൂടുതൽ നടത്തുമ്പോൾ ഈ ആളുകളുടെ ഇൻഫെക്ഷൻ ആവുന്ന അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുന്ന ആളുകളുടെ എണ്ണം കുറയണമല്ലോ, അല്ലെ? എങ്കിലല്ലേ അത് നമ്മൾ സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോ അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴും ജനങ്ങൾ എന്താ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ അവയർനെസ് കിട്ടുകയാണ്. അപ്പം ആളുകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കും, ഇത് ഇൻഫെക്ഷൻ വരാതെ എങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കും. അപ്പൊ അതിന്റെ പ്രപ്പോർഷൻ ഏതുമായിട്ട് നമ്മൾ ഇത് അനുപാതമായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ പ്രോഗ്രാമുകളുടെ എണ്ണം കൂടുന്നതിന്റെ അനുസരിച്ച് ഇൻഫെക്ഷൻ എന്ത് ചെയ്യണം, കുറഞ്ഞു വരണം. ഓക്കെ, രോഗി പരിചരണ രീതികള് പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. അഞ്ചാമത്തെ പോയിന്റ്, ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് എഫിഷ്യൻസി ഓഫ് സിസ്റ്റം. ഓക്കെ, ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അതിന്റെ എഫിഷ്യൻസി കാര്യക്ഷമത നമ്മൾ ചെക്ക് ചെയ്യണം, കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത്. ആ മെത്തേഡിന്റെ ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യണം. ഓക്കെ, ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അതിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യണം. ആൻഡ് എഫിഷ്യൻസി, ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യണം, കാര്യക്ഷമത നോക്കണം, ചെക്ക് ചെയ്യണം, ഇടയ്ക്ക് കറക്റ്റ് ആണോ പ്രോപ്പർ ആണോ എന്നുള്ളത്. പിന്നെ ആറാമത്തെ പോയിന്റിൽ പറയുന്നത്, ഡെവലപ്പ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ ക്ലീൻനെസ്, ടേക്കിംഗ് പാർട്ട് ഇൻ ഡെവലപ്മെന്റ് ആൻഡ് provision of teaching program for the medical, nursing and associated health personnel as well as other categories of staff. മറ്റുള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകൾക്ക്, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പേഴ്സണൽസിന്, നഴ്സിംഗ് മെഡിക്കൽ പേഴ്സണൽസിനൊക്കെ ഈ അവർക്കിടെയൊക്കെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം ക്ലീൻനെസ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ഈ മെഡിസിൻ കാര്യങ്ങളൊക്കെ അത് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എന്തും കൂടി പഠിപ്പിക്കണം, ക്ലീൻനെസ്സും കൂടി പഠിപ്പിക്കണം. അതായത് ക്ലീൻനെസ്സിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള കാര്യങ്ങള്, അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം എന്ത് ചെയ്യുക, അവർക്കുടെ ഒരു ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം. അപ്പൊ ഓൾറെഡി അവർ ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് പഠിക്കും, ക്ലീൻനെസ്സും അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെ അവര് പഠിച്ചു പോകും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ആറാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? നേഴ്സിംഗ് മെഡിക്കൽ പേഴ്സണൽസ്, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാറ്റഗറിയിലുള്ള സ്റ്റാഫുകള്, അവരുടെയൊക്കെ ടീച്ചിങ് പ്രോഗ്രാംസിന്റെ ഭാഗമാകണം ക്ലീൻനെസ്. അപ്പൊ അവരുടെ പഠിത്തത്തിൽ അതിന്റെ ക്ലീൻനെസ്സും കൂടി ഒക്കെ ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം. ഓൾറെഡി അവിടെ അവര് പഠിക്കുമല്ലോ, അതുകൊണ്ട്. പിന്നെ അടുത്ത 7th പോയിന്റ് പറയുന്നത്, പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വേണ്ട വിദഗ്ധമായിട്ടുള്ള വിശകലനവും അതുപോലെ ലീഡർഷിപ്പ്, നേതൃത്വ സഹായവും നൽകുക, പ്രൊവൈഡ് ചെയ്യുക. സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വേണ്ട വിദഗ്ധമായ വിശകലനം, അനാലിസിസും പിന്നെ അതുപോലെ തന്നെ ലീഡർഷിപ്പ്, നേതൃത്വ സഹായവും ഒക്കെ, ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, നേതൃത്വ സഹായവും നൽകുക. കിട്ടിയ ലാസ്റ്റ് പോയിന്റ്, സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വേണ്ട വിദഗ്ധ വിശകലനവും ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, നേതൃത്വ സഹായവും നൽകുക. ഇത്രയും കാര്യങ്ങൾ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളായിട്ട് വരുന്നതാണ്.
റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഇങ്ങനെയുള്ള പോയിന്റ്സുകളിൽ മിക്കവാറും ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം, അങ്ങനെയായിരിക്കും. റോളിലോ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെയാ വരുന്നത്. ഫസ്റ്റില് നമ്മൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റില് ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുകയും അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഓവർസീസ് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുകയും അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. പിന്നെ അടുത്തത് നോസോകോമിയൽ ഇൻഫെക്ഷന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക. പിന്നെ അടുത്തത് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അത് സൂപ്പർവൈസ് ചെയ്യാവുന്ന പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്ന പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് എന്താ? നമ്മൾ ഈ നടത്തുന്ന പ്രോഗ്രാംസുകളൊക്കെ അതിനനുസരിച്ച് പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരുന്നത് കുറയണമല്ലോ, അതിന്റെ അപ്രോപ്രിയേറ്റ് ലെവലിലായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. രോഗി പരിചരണ രീതികള്, പേഷ്യന്റ് കെയർ പ്രാക്ടീസ്, രോഗി പരിചരണ രീതികള് പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അടുത്തത് നമ്മൾ ഈ ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അതിന്റെ എഫിഷ്യൻസി കാര്യക്ഷമത ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ പറ്റും. ഓക്കെ, ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ദ എഫിഷ്യൻസി ഓഫ് സിസ്റ്റം. പിന്നെ അടുത്തത് ആറാമത്തെ പറഞ്ഞേക്കുന്നത് ഈ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം. ഈ മെഡിക്കൽ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ പേഴ്സണൽസിന്റെ മറ്റുള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫിന്റെ ഒക്കെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കണം ഈ ക്ലീൻനെസ്. പിന്നെ അടുത്തത് ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വിദഗ്ധ വിശകലനവും നേതൃത്വ സഹായവും നൽകുക. ഓക്കെ, പോയിന്റ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തുണ്ടോ നോക്കിയേ. റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. അഞ്ചാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? എഫിഷ്യൻസി. ചെക്ക് ദ എഫിഷ്യൻസി. എഫിഷ്യൻസി ചെക്ക് ചെയ്യുക. എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? കാര്യക്ഷമത. ഇതിന്റെ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ, ഡിസിൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അതിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയിട്ടല്ലേ അവർ ആ മെത്തേഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ലേ എന്നുള്ളതൊക്കെ നോക്കി അതിന്റെ കാര്യക്ഷമത ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആൻഡ് ഓൾസോ ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം, സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക. ഇനി ആറാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ഈ മെഡിക്കൽ നഴ്സിംഗ് പേഴ്സണൽസ് മറ്റുള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകള് അവർക്കുടെ ആ ടീച്ചിങ് പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ, ആ പ്രൊവിഷൻ ഓഫ് ടീച്ചിങ് അവർക്കുടെ ആ പഠനത്തിന്റെ ഭാഗമാക്കണം ക്ലീൻനെസ്. അതായത് ആ പഠിക്കുമ്പോൾ അതിനകത്ത് ക്ലീൻനെസ്സും അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ എല്ലാം അതും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നാ പറയുന്നത്. അപ്പോ ഓൾറെഡി അവർക്ക് അതിലൂടെ ആ ടീച്ചിങ്ങിലൂടെ തന്നെ നമുക്ക് അവരുടെ ആ പ്രൊവിഷന്റെ ഭാഗമായിട്ട് തന്നെ അവർക്കും എന്താ പറയാ അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളും ഓൾറെഡി ആ പഠനത്തോടൊപ്പം കിട്ടും. അപ്പൊ അവർക്ക് ഒരു ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം ക്ലീൻനെസ് എന്നാ പറയുന്നത്. ഓക്കെ, ഇനി ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇനി ഒന്നുകൂടി നോക്കിയേ, ക്ലിയർ ആയോ നോക്കിയേ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. മറ്റുള്ളവർക്ക് മനസ്സിലായോ എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഓക്കെ ആണോ? എല്ലാ പോയിന്റ്സും കിട്ടിയോ? ഇത് പോയിന്റ്സുകൾ എല്ലാരും കാണാതെ പഠിച്ചു വെക്കണ്ട, നമ്മളത് മനസ്സിലാക്കി വെക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് 3 ഓപ്ഷൻ തെറ്റും 1 കറക്റ്റ് ഓപ്ഷനും ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുക, ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. പിന്നെ നമുക്ക് ഏകദേശം വായിച്ചു നോക്കിയാൽ അറിയാലോ, വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫുള്ള് കാണാതെ പഠിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ.
നമുക്ക് മനസ്സിലാക്കി വായിക്കുമ്പോൾ നമുക്കത് ഓൾറെഡി നിങ്ങൾക്ക് ഇതായിക്കോളും. നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുന്നില്ലേ? നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ? മോക്ക് ടെസ്റ്റുകളൊക്കെ ഇടുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അതും കൂടി ഇതിന്റെ ഒപ്പത്തിലൊക്കെ ചെയ്തു പോകുക കേട്ടോ. ഓക്കെ, അങ്ങോട്ട് ചെയ്യാം. ഞാനിപ്പോ ഇന്നെടുത്തത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് പ്രിവെന്റീവ് മെത്തേഡില് 6ാമത്തെ നമ്മൾ പഠിച്ചത് അഡീഷണൽ പ്രിക്കോഷൻസ്. അതില് ഞാൻ വായിപ്പിക്കാത്തത് ആരൊക്കെയാന്നൊക്കെ നോക്കാം. ധന്യ കണ്ണനുണ്ടോ? ധന്യ ഫസ്റ്റ് നമ്മള് തുടങ്ങി നമുക്കൊന്ന് പറഞ്ഞു പോകാം. എയർബോൺ പ്രിക്കോഷൻസിൽ വരുന്നത് ഏതൊക്കെയാ? ധന്യക്ക് മനസ്സിലായ രീതിയിൽ ധന്യ ഒന്ന് പറയട്ടോ. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങളെല്ലാവരും നോക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മനസ്സിലാവാത്ത ഉണ്ടോ അല്ലെങ്കിൽ ഇത് ക്ലിയർ ആണോ എന്നുള്ളത് ഇവര് വായിക്കുമ്പോഴും നിങ്ങളും ഒന്നുകൂടി നോക്കുക. ഓക്കെ, ഏതൊക്കെ എയർബോൺ പ്രിക്കോഷൻസ് വരുന്നേ? ഇൻഡിവിജ്വൽ റൂംസ് വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ, പിന്നെ ഹൈ എഫിഷ്യൻസി മാസ്കും സ്റ്റാഫുകൾക്ക് നിർബന്ധമായിരിക്കണം. പിന്നെ ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ മാസ്ക് should be worn by staff before entering the room. Okay, നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നേ? നമുക്ക് പരിമിതമായ റൂമിൽ താമസിപ്പിക്കണം. ഓക്കെ, പേഷ്യന്റിന് നമ്മൾ അവരെ വെറുതെ പുറത്തേക്കൊക്കെ ഇങ്ങനെ നടക്കാനൊന്നും അനുവദിക്കരുത്. അവരെ ഒരു കൺസൈൻഡ് എന്ന് വെച്ചാൽ ഒരു പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കുക. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മഞ്ജുഷ രതീഷ്. മഞ്ജുഷ ഉണ്ടോ? ഇല്ല. ഫാത്തിമ ഉണ്ടോ? ഫാത്തിമ ബഷീർ. ഫാത്തിമ ഇല്ല. സഫീറ ഉണ്ടോ? സഫീറ? യെസ് മാം. ഓക്കെ, നിങ്ങൾക്കൊരു ചാൻസ് ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തോരം മനസ്സിലായി? നമ്മൾ കുറച്ച് പേരുകൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയുക. അപ്പൊ അതിലേതെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാലോ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം. എല്ലാവരെ കൊണ്ട് ഇപ്പൊ നമുക്ക് കുറെ പേരുകൾ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരെ കൊണ്ട് വായിപ്പിക്കാൻ പറ്റില്ല എങ്കിലും വായിക്കുന്നവര് നമ്മളത് നിങ്ങൾ മനസ്സിലാക്കിയത് അതുപോലെ തന്നെയാണോ, ക്ലിയർ ആണോ എന്നുള്ളത് നിങ്ങളും അതിന്റെ ഒപ്പം ഒന്ന് ചെക്ക് ചെയ്യുക. വായിച്ചോ സഫീറ? പിന്നെ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്, പേഷ്യൻസിന് സെപ്പറേറ്റ് റൂംസ് ഉണ്ടായിരിക്കണം. പിന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് വിയർ ചെയ്യണം. പിന്നെ പേഷ്യൻസ് മൂവ്മെന്റ് കൺട്രോൾ ചെയ്യണം. അതായത് റൂമിന്ന് ലീവ് ചെയ്യുമ്പോൾ അഥവാ പേഷ്യൻസ് റൂമിന്ന് ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ സർജിക്കൽ മാസ്ക് വിയർ ചെയ്യണം. അവരോട് സർജിക്കൽ മാസ്ക് ധരിക്കാൻ പറയണം. ഓക്കെ, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. ഇനി നെക്സ്റ്റ് കോണ്ടാക്ട് പ്രിക്കോഷൻസ് ആണ്. സ്റ്റെഫി ഉണ്ടോ? സ്റ്റെഫി വായിച്ചേ. കോണ്ടാക്ട് പ്രിക്കോഷൻസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം ഉണ്ടായിരിക്കണം. സ്റ്റാഫുകളൊക്കെ ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോ. സ്റ്റാഫുകൾ റൂമിലേക്ക് കടക്കുമ്പോൾ ഗ്ലൗസുകൾ ധരിക്കണം. പിന്നെ ഗൗൺസ് ധരിച്ചിട്ടുണ്ടായിരിക്കണം. പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുകയാണെങ്കിൽ ഗൗൺസും ധരിച്ചിരിക്കണം. ഗൗണുകൾ അല്ലെ? വിയർ ഗൗൺ ഡ്യൂറിങ് പേഷ്യന്റ് കോണ്ടാക്ട് അല്ലെങ്കിൽ പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ട് സർഫസോ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽസോ ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴോ ഡയറക്റ്റ് വരാതിരിക്കാൻ വേണ്ടി ഡയറക്റ്റ് കോണ്ടാക്ട് വരാത്ത രീതിയിൽ എന്ത് ചെയ്യണം? ഗൗണുകൾ ധരിക്കാം. ഓക്കെ, നെക്സ്റ്റ് പേഷ്യന്റുമായി കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും അത് ശേഷമോ ഹാൻഡ്സ് നന്നായി പ്രോപ്പറായി വാഷ് ചെയ്തിരിക്കണം. ഓക്കെ, ഹാൻഡ്സ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം. പിന്നെ പേഷ്യൻസിന്റെ മൂവ്മെന്റ് ഒന്ന് ലിമിറ്റ് ചെയ്യണം. പുറത്ത് പോവാണെങ്കിൽ അതൊന്ന് ലിമിറ്റ് ചെയ്ത് കൊടുക്കണം. പേഷ്യന്റിന്റെ മൂവ്മെന്റ് ഔട്ട്സൈഡ് റൂമിന്റെ പുറത്തേക്കുള്ള പേഷ്യന്റിന്റെ മൂവ്മെന്റ് ലിമിറ്റ് ചെയ്യണം കേട്ടോ. അത് പുറത്തേക്ക് ആ റൂമിന്റെ പുറത്തേക്കുള്ള പേഷ്യന്റിന്റെ മൂവ്മെന്റ് ലിമിറ്റ് ചെയ്യണം. അതായത് അവരോട് റൂമിൽ തന്നെ ഇരിക്കാൻ പറയണം. ഓക്കെ, നോക്കാം.
ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. റൂമിന്റെ പുറത്തേക്കുള്ള പേഷ്യന്റിന്റെ മൂവ്മെന്റ് ലിമിറ്റ് ചെയ്യണം. കിട്ടിയോ? റൂമിന് പുറത്തേക്കുള്ള പേഷ്യന്റിന്റെ മൂവ്മെന്റ് ലിമിറ്റ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് ഇനി 7th പ്രിവെന്റീവ് മെത്തേഡിൽ പറയുന്ന ആന്റി മൈക്രോബിയൽ സർഫസ് ആണ്. അതെന്താ? അഖില വിഷ്ണു, അഖിലയില്ലേ? നെക്സ്റ്റ് സുസ്മിത ഉണ്ടാവും. ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ബെഡ് റെയിൽസ്, കോൾ ബട്ടൺ, ടച്ച് പ്ലേറ്റ്സ്, ചെയർസ്, ഡോർ ഹാൻഡിൽസ്, ലൈറ്റ് സ്വിച്ചസ്, ക്രാബ് റെയിൽസ്, ഇൻട്രാവീനസ് പോൾസ്, ഡിസ്പെൻസറി, ഡ്രസ്സിംഗ് ട്രോളീസ് ആൻഡ് കൗണ്ടർ ആൻഡ് ടേബിൾ ടോപ്പ് എല്ലാം നോർമലി കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും. അതിനുള്ള സാധ്യതയുള്ള ഹോസ്പിറ്റലിലെ അതിൽ നിന്നെല്ലാം ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൈ വാഷ് സർഫസിനുള്ള സാഹചര്യമാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ഇൻ ദ ഹോസ്പിറ്റൽ റൂംസ് ക്യാൻ സോഴ്സ് ഓർ റിസർവെയർ. അപ്പൊ ഈ ടച്ച് സർഫസ് എന്ന് പറഞ്ഞ ഒരു സോഴ്സ് ആണ് ശരിക്കും. ആ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ അടുത്തു നിന്നൊക്കെ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സോഴ്സ് ആണ് ആ ടച്ച് സർഫസുകൾ. അപ്പൊ ആ സർഫസുകളൊക്കെ എന്താക്കി വെക്കണം? നമ്മള് ക്ലീൻ ചെയ്ത് മൈക്രോ ഓർഗാനിസം ഫ്രീ ആക്കണം അല്ലെ? സോ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. സർഫസുകളെല്ലാം ഹോസ്പിറ്റലിലെ ടച്ച് സർഫസുകളെല്ലാം മൈക്രോ ഓർഗാനിസം ഫ്രീ ആക്കണം. ടിസി ഉണ്ടോ? ടിസി ജോർജ്? ഓക്കെ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാ? ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി, members, relevant medical faculties, support services, infection control nurse, infection control officer. Okay, infection control nurse, infection control officer. ഇതൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നതാണ്. ഇത് എന്തിനു വേണ്ടി കമ്മിറ്റി? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് രൂപീകരിച്ചേക്കുന്നതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി ലാസ്റ്റ് നമ്മൾ നോക്കിയത് റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ എന്താണ്? ഒന്ന് രണ്ട് പോയിന്റുകൾ വീതം നമുക്ക് വായിച്ചു പോകാം. റിൻസി തോമസ് ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. റിൻസി ഫസ്റ്റ് 2 പോയിന്റ് പറയൂ. To oversee the overall infection controlling activity, ensuring the effective of program. Second, organizing epidemiology monitoring program to. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? റിൻസിക്ക് എന്താ മനസ്സിലായേ ഫസ്റ്റ് പോയിന്റ്? ഇൻഫെക്ഷൻ പടരാതിരിക്കാൻ വേണ്ടി അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച പ്രോഗ്രാമാണ്. എന്താ പറഞ്ഞേക്കുന്നേ? ടു ഓവർസീസ് ചെയ്യാന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക, കോർഡിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ സംഘടിപ്പിക്കുക, ഓർഗനൈസ് ചെയ്യാന്നുള്ള മീനിങ്. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുകയും ഓവർസീസ് ചെയ്യുകയും ചെയ്യുക. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് എന്തൊക്കെയാവട്ടെ, എന്തെങ്കിലും അവയർനെസ് പ്രോഗ്രാംസുകളാണെങ്കിലും സെമിനാറുകളാണെങ്കിലും അങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഓവർസീസ് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുകയും അത് ഓവർസീസ് ചെയ്യുകയും ചെയ്യുക, അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്യണം, സംഘടിപ്പിക്കണം. എല്ലാവർക്കും അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യണം, അതുപോലെ തന്നെ അതിനൊരു മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താ?
സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നേ? എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ. എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ എന്താ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളിന് വരുന്നതാണ് കേട്ടോ. എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് ആരാ വായിക്കാം? മൂന്നാമത്തെ പോയിന്റ് ആരാ വായിക്കാം? നിവിയ. നിവിയ ഉണ്ടോ? നിവിയ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചേ. 3, 4 വായിക്കട്ടോ. Participate with the pharmacy to develop a program, supervise the use of anti-infection drugs. ഈ അണുബാധ തടയുന്നതിനുള്ള ഫാർമസി ഡെവലപ്പ് പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ഈ അണുബാധ തടയുന്നതിനുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുക, മേൽനോട്ടം വഹിക്കുക. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകള് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ്, മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. അതായത് രോഗിയുടെ പിന്നെ അപകട സാധ്യത അനുസരിച്ച് അതിന്റെ നിലവാരത്തിനനുസരിച്ചുള്ള പേഷ്യന്റ് ആ രോഗി പരിചരണ രീതികള് പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് പേഷ്യന്റിന് ആ ഇൻഫെക്ഷൻ വരുന്ന റിസ്ക് കുറയണ്ടേ? അവയർനെസ് കിട്ടുന്തോറും നമ്മൾ കുറച്ചും കൂടി കെയർ ആവും. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് ആ ഇൻഫെക്ഷൻ വരുന്ന റിസ്ക്, അതിന്റെ ആ സാധ്യത അതിന്റെ ലെവലിന് അനുയോജ്യമാണെന്ന് പറഞ്ഞാൽ എന്താ, അതനുസരിച്ച് കുറയണം അല്ലെ? ഇങ്ങനെയുള്ള കുറേ പ്രോഗ്രാംസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേയും അവയർനെസ് കിട്ടും. അപ്പൊ ഇൻഫെക്ഷൻ വരുന്ന ചാൻസ്, അതിന്റെ റിസ്ക് കുറയല്ല ചെയ്യേണ്ടത്, കുറയ്ക്കണം. എങ്കിലാണ് നമ്മൾ ആ പ്രോഗ്രാം നടത്തിയിട്ട് കാര്യമുള്ളൂ. നമ്മളൊരു സക്സസ്ഫുൾ ആണെന്ന് പറയണത് എന്നല്ലേ അതിൽ കാര്യമുള്ളൂ. നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോ അതനുസരിച്ച് എന്ത് ചെയ്യണം? ആളുകൾക്ക് ആ ഇൻഫെക്ഷൻ വരുന്നത് കുറയണം. ഓക്കെ, അടുത്ത പോയിന്റ് ഏതാ? 5th പോയിന്റ്. ജസ്റ്റിൻ ഒന്ന് വായിക്കോ? ജസ്റ്റിൻ ജോർജ്. ജസ്റ്റിൻ ഉണ്ടോ? ഇല്ലേ? അനൂപ് കുമാർ ഉണ്ടോ? അനൂപ് കുമാർ. ഓക്കെ, അനൂപ് ഒന്ന് പറയോ അടുത്ത പോയിന്റ്? 5th പോയിന്റ്. ഫിഫ്ത് പോയിന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോള്. അതിന്റെ 5ാമത്തെ പോയിന്റ് ഒന്ന് വായിക്കോ? Okay, miss. Check the efficiency of the method of disinfections and centralization and the efficiency of system. എന്താ? ഡിസിൻഫെക്ഷന്റെയും സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, അതിന്റെയൊക്കെ എഫിഷ്യൻസി ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ അതിന്റെ ആ മെത്തേഡുകൾ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നില്ലേ എന്നുള്ളത്, അതിന്റെ എഫിഷ്യൻസി, അതിന്റെ കാര്യക്ഷമത ചെക്ക് ചെയ്യണം. പിന്നെ 6ാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നേ? Development to enhance hospital cleanliness, taking part in development and provisions of teaching program for the medical and nursing and associated health personnel as well as other category of staff. എന്താ അതിനകത്ത് പറഞ്ഞേക്കുന്നേ? മെഡിക്കൽ നേഴ്സിംഗ് പേഴ്സണൽസിന്റെയും മറ്റുള്ള കാറ്റഗറിയിലുള്ള സ്റ്റാഫിന്റെയൊക്കെ ഒരു പ്രൊവിഷൻ, അവരുടെ ആ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം ക്ലീൻനെസ്സും കൂടി അവർക്കുടെ പഠനത്തില് അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ അവർക്കുടെ ടീച്ചിങ് പ്രോഗ്രാം, അവർക്കുടെ പഠനത്തില് അതും കൂടി ഉൾപ്പെടുത്തണം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഒരു ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, നേതൃത്വ സഹായവും അതുപോലെ തന്നെ എന്താണ് പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ്, അനലൈസ്, വിശകലനം ചെയ്യലും ഒക്കെ
കൊടുക്കണം. അപ്പോൾ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വേണ്ട വിദഗ്ധ വിശകലനവും അതുപോലെ തന്നെ നേതൃത്വ സഹായവും നൽകുക. ഈ പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്ന് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ചെറിയൊരു ഇതും കൂടി ഉള്ളൂ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ്. അത് നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവരെയും കൊണ്ട് ചെയ്യിക്കാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിയും. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Thank you, ma'am. Thank you, Miss. ഓക്കെ ഓക്കെ ഓക്കെ. Bye.